നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. ആക്ച്വലി നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 4 അപ്പാർട്ട്മെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഇത്. കറക്റ്റ് സ്ഥലം നമുക്ക് ലൊക്കേഷൻ പറയുമ്പോഴത്തേക്ക് സിറ്റി ലിമിറ്റിന് അകത്തായിട്ട് വരുന്ന പ്രോജക്റ്റാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വരുന്ന ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും PWD റെസ്റ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അല്ലാതെ നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഈ രണ്ട് മൂന്ന് പ്രോജക്റ്റിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് 1 കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് ഇപ്പം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ്ലി നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിന് താല്പര്യമുള്ള ആർക്കും തന്നെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് നിലവിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ 4 അപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. നമുക്കിത് നിലവിൽ ഇപ്പം ഇത് വാടകയ്ക്ക് കൊടുത്താൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. എല്ലാം നമുക്ക് 2 BHK ആയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസിലൂടെ നമുക്ക് പോവാം. ഈ കാണുന്ന പ്രോജക്റ്റ് ഒരു 2 വീലർ ആക്സസ് വരുന്ന ഒരു പ്രോജക്റ്റാണ്. ബട്ട് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് വെറും 30 മീറ്റർ, ഞാൻ ഇത്രയും ദൂരം നടന്നു വന്നത് മെയിൻ റോഡിൽ നിന്ന് കയറി വരുന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് റോഡിൽ നിന്ന് വരാനുള്ള ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഈ ഒരു വീട് പണി ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ കാണുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് അതേപോലെ 2 എണ്ണം നമുക്ക് തൊട്ട് മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രം വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 1 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 2.5 കിലോമീറ്റർ മാത്രം മാറി വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് റെൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് ഇത് മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് കൂടെയാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഇത് നമുക്കൊരു 5 സെൻറ്റ് ലാൻഡിൽ 3000 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം ഉൾപ്പെടെ 4 അപ്പാർട്ട്മെൻറ്റ് പണിച്ചിട്ടുള്ള നല്ല മനോഹരമായ ഒരു പ്രോജക്റ്റാണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ തിയേറ്റേഴ്സും കൂടെ നോർക്ക റൂട്ട്സ്, PWD റെസ്റ്റ് ഹൗസ്. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് PRS ഹോസ്പിറ്റലും അതുപോലെ തന്നെ തൈക്കാട് ഹോസ്പിറ്റലും ഇതിൻ്റെ ചുറ്റളവ് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത്രയും നമുക്ക് അക്സസബിൾ ആയിട്ടുള്ള നല്ല ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു റൂം എടുത്തിട്ട് ബാക്കി റൂം റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും അങ്ങനെയെല്ലാം അവൈലബിൾ ആയിട്ട് വരുന്ന ഒരു ഏരിയ കൂടെയാണ്. പ്രൈം ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. എല്ലാ വീടിനും നമുക്ക് ഇപ്പം ഇലക്ട്രിസിറ്റി ആയാലും വാട്ടർ ഇതായാലും നമുക്ക് എല്ലാ ഒരു അപ്പാർട്ട്മെൻറ്റ്സിനും നമുക്കിത് ഒരുമിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വരുന്ന ഇപ്പം മേടിക്കുന്ന ആൾക്ക് അവരുടെ ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്ത് ഓരോ അപ്പാർട്ട്മെൻറ്റിന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വാട്ടർ കണക്ഷൻ ആയാലും കറണ്ട് ഇലക്ട്രിസിറ്റി ആയാലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് മേടിക്കുവാൻ നമുക്ക് പർച്ചേസ് ലോൺ, ഹോം ലോൺ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. 2 വീലർ ആക്സസ് ആണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ബട്ട് ഈ കാണുന്ന റോഡ് ഫുള്ള് നമുക്ക് മെയിൻ ബസ് റൂട്ടായിട്ട് വരുന്നത്. കാരണം നമുക്ക് മെയിൻ ബസ് റൂട്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയ കൂടെയാണ് നമുക്ക് വീടിനകത്തോട്ട് നമുക്ക് വാഹനം കയറി വരുന്നത്. 2 വീലറും കാര്യങ്ങളുള്ളവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇൻ്റർലോക്ക് ചെയ്ത ഫ്രണ്ടേജും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ സിറ്റ് ഔട്ടാണ് ഈ കാണുന്നത്. 4x6 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വീതിയുള്ള ഒരു സിറ്റ് ഔട്ടാണ്. ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. പ്ലാവിൻ തടിയിലാണ് നമുക്ക് ഫ്രണ്ട് ഡോറെല്ലാം പണി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനലിലെ പാളികളും ഫുള്ള് നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വുഡൻ വർക്ക് എല്ലാം നമുക്ക് പ്ലാവും അതുപോലെ തന്നെ ആഞ്ഞിലിയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയ ആണ് നമുക്കിവിടെ ഫസ്റ്റ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയ്ക്ക് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നല്ല രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ 2 ഫാനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. 20x13 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയുടെ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. എല്ലാ അപ്പാർട്ട്മെൻറ്റും നമുക്ക് 2 BHK ആണ് നമുക്ക് വരുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ.
നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. കബോർഡ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെയും മുകളിലുമായിട്ട് നമുക്ക് കബോർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ചെയ്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫ്ലോറിങ്ങിലായിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. 12x10 നമുക്ക് ഈ ഒരു കിച്ചൻ്റെ ഡയമെൻഷൻ. ലെങ്തി മോഡലാണ്, നീളം വാക്കിനാണ് നമുക്ക് കിച്ചൺ നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നമുക്ക് ചെയ്തിട്ടുള്ളത്. 14x12 ഡയമെൻഷൻ വരുന്ന റൂം സൈസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിനായിട്ട് നല്ല ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വാളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കാര്യങ്ങൾ തന്നെയാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ 14x10 ഡയമെൻഷൻ വരുന്ന വീതിയുള്ള ഒരു ബെഡ്റൂം സൈസ് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നതും. ഫ്ലോറിംഗ് എല്ലാം തന്നെ എല്ലാ ടൈൽസും കാര്യങ്ങളും ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തും വന്നേക്കുന്നത്. നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ഈ ബാത്റൂം എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഹീറ്റർ പ്രൊവിഷൻസി ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു ബാത്റൂം തന്നെയാണ് നമ്മുടെ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമുക്ക് ഹാൾ, ഡൈനിങ് ഏരിയ, 2 ബെഡ്റൂം പ്ലസ് ഒരു കിച്ചൺ ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ പണി ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് നമുക്ക് 4 അപ്പാർട്ട്മെൻറ്റും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സെയിം മോഡൽ സെയിം ഡിസൈനിലാണ് നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ലോവർ ഏരിയയിൽ നമുക്ക് 2 അപ്പാർട്ട്മെൻറ്റും മുകളിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 അപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ 4 അപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പ്രോജക്റ്റാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് രണ്ടാമത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇത് നമുക്ക് ഫുള്ള് നമുക്ക് ഈ സിറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് 6x4 ഡയമെൻഷനിലുള്ള സിറ്റ് ഔട്ടും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നേക്കുന്നത്. പ്ലാവിൻ്റെ തടിയിൽ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോർ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. പ്ലാവും ഫുൾ ആഞ്ഞിലാണ് നമുക്ക് ഈ വീടിൻ്റെ വുഡൻ വർക്ക് ഫുള്ള് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. നമുക്ക് നേരെ സിറ്റ് ഔട്ട് നേരെ കയറി ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ലിവിങ് ഏരിയയും പ്ലസ് ഡൈനിങ് ഏരിയ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ആ ഭാഗത്ത് കണ്ടതുപോലുള്ള സെയിം മോഡലും എല്ലാം തന്നെയാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വീടിനും വന്നേക്കുന്നത്. 21x14 നമുക്ക് ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഫോൾ സീലിംഗ് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയയാണ് വന്നിരിക്കുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ഉൾപ്പെടെ വരുന്ന ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി കിച്ചണിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. നമുക്ക് നല്ല ലെങ്തി രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു നല്ല മനോഹരമായൊരു കിച്ചൺ. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് മാനുഫാക്ചർ ടൈൽസും കാര്യങ്ങളാണ്. കബോർഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. പുള്ളി നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളെല്ലാം നമുക്ക് ടൈൽസ് യൂസ് ചെയ്താണ് കവർ ചെയ്തിരിക്കുന്നത്. 12x14 ഈ കിച്ചണിൻ്റെ ഡയമെൻഷൻ. നമുക്ക് നേരെ ഇനി റൂം സൈസിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. ടൈൽസൊക്കെ യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം സൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ് ഫുള്ളും നമുക്ക് റെഡി ടു മൂവ് ഓൺ ആണ്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ്. 5 സെൻറ്റ് സ്ഥലത്താണ്. നമുക്ക് 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗം വരെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് യൂസ് ചെയ്ത് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തേക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ റൂമിന് വന്നേക്കുന്നത്. അടുത്ത നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 14x10 ഡയമെൻഷൻ വരുന്ന റൂം സൈസാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു വീടിനും വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ നമുക്ക് ഈ ഒരു ബാത്റൂമിലും കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ തന്നെ നമുക്ക് 2 അപ്പാർട്ട്മെൻറ്റ് നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെയാണ് മുകളിലുള്ള 2 അപ്പാർട്ട്മെൻറ്റ് നമുക്ക് വരുന്നത്. എല്ലാം നമുക്ക് 2 BHK ആയിട്ട് വരുന്ന ബെഡ്റൂമാണ്. നമുക്ക് 4 അപ്പാർട്ട്മെൻറ്റും ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമുക്ക് മുകളിലോട്ട് പോകാനുള്ള, മീൻസ് മുകളിലെ 2 റൂംസിലോട്ട് പോകാനുള്ള നമുക്ക് സ്റ്റെയർ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രൗണ്ട് ഫ്ലോറിലത്തെ എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞ് താഴത്തെ 2 ബെഡ്റൂം ഉൾപ്പെടെ വരുന്ന 2 അപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് മുകളിലത്തെ ഈ ഒരു ഭാഗത്തും നമുക്ക് വരുന്നത്. ഈ സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് 2 അപ്പാർട്ട്മെൻറ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ബാൽക്കണി സ്പേസ് കൂടെ ഉൾപ്പെടുത്തി നമുക്ക് വരുന്ന നല്ല മനോഹരമായിട്ടുള്ള 2 അപ്പാർട്ട്മെൻറ്റ്സും നമുക്ക് ഇവിടെയുണ്ട്. ഈ കാണുന്നത് നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റാണ്. തൊട്ടടുത്തായിട്ടുള്ളതും നമുക്ക് സെയിം ആയിട്ട് വരുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. താഴെ കണ്ടതുപോലത്തുള്ള സെയിം ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്ന, സെയിം ഡിസൈനും കാര്യങ്ങളും വരുന്ന നമുക്ക് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് കാണിച്ചു തന്നതാണ്. ടെറസിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. 500-ൻ്റെ നമുക്ക് 4 ടാങ്ക് ഉൾപ്പെടെ നമുക്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 2000 ലിറ്ററിൻ്റെ ടാങ്കും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ് ബാക്ക് സൈഡായിട്ടാണ് നമുക്ക് ഈ ഒരു കിണർ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിണർ വരുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്സ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് വന്നിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 3 കിലോമീറ്ററിനകത്തേ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് 5 സെൻറ്റ് ലാൻഡിൽ 3000 സ്ക്വയർ ഫീറ്റിൽ 4 അപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്തിട്ടുള്ള, ഓരോ അപ്പാർട്ട്മെൻറ്റും 2 BHK വരുന്ന വീടുകൾ വന്നിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് സെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആസ്കിങ് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും 1.65 1,65,00,000 നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഈ 1.65 ചോദിക്കുന്ന, 1,65,00,000 ചോദിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ നമുക്ക് കൂടുതൽ അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.